ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എബ്രോഡ് പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കാൻ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് രത്തൻ ടാറ്റയെ പോലെ ചിന്തിക്കാത്തത്? ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, എബ്രോഡ് പഠിക്കാൻ പോകുന്ന ഓപ്ഷനെ കുറിച്ചിട്ടാണ്. കാരണം ഈ എബ്രോഡ് പഠിക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന ഒരു വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ ബാരിയർ എന്ന് പറയുന്നത്, IELTS പാസ്സാവണം, ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവണം, പിന്നെ ഫീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനേക്കാളും വലിയ ടെൻഷനാണ് അല്ലേ? വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് മാൻ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എബ്രോഡ് പോയി ഈ പറഞ്ഞ ബാരിയറുകളൊന്നും ഇല്ലാതെ തന്നെ പഠിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു 2024-25 അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ എബ്രോഡ് തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസാണ്. കാരണം ഇന്ത്യയിലെ ടോപ്പ് പ്രീമിയം യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇന്നത്തെ ട്രെൻഡിങ് പ്രോഗ്രാമുകളായ ടെക്നിക്കൽ കോഴ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകളായിക്കോട്ടെ, എല്ലാം തന്നെ വളരെ ഹൈ ഫീസാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത്രയും ഫീസ് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആണ് നമുക്ക് എബ്രോഡ് ഒരു കരിയർ ഓപ്ഷൻ കിട്ടുക എന്ന് പറയുന്നത്. കാരണം എബ്രോഡ് നോക്കി കഴിയുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ യൂറോപ്യൻ കൺട്രികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആണ്. ഈ ട്യൂഷൻ ഫീസ് അഫോർഡബിൾ ആകുമ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന ഡൗട്ട് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ മോശമായിരിക്കും എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യൂറോപ്യൻ യൂണിയനിൽ ഒരു രാജ്യം ആഡ് ആവണമെങ്കിൽ തന്നെ ആ യൂറോപ്യൻ സ്റ്റാൻഡേർഡുകളെല്ലാം തന്നെ പാലിക്കേണ്ടി വരും. സോ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിറ്റി ആയിരിക്കും യൂറോപ്യൻ കൺട്രികളിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും രാജ്യങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കുന്നത്. ഞാനിങ്ങനെ പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ഗ്ലോബൽ എക്സ്പോഷർ ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണ് രത്തൻ ടാറ്റ ഇന്ത്യയിൽ പഠിക്കാണ്ട് എബ്രോഡ് പോയി പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നത്? അതുപോലെ ചിന്തിക്കാനാണ് ഞാനും പറയുന്നത്. ഉറപ്പായിട്ടും ഇന്ത്യയിൽ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് റൂമിൽ മാക്സിമം ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ. അതേസമയത്ത് നിങ്ങൾ എബ്രോഡാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ലോകത്തിൽ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിന് ഒരു ക്രൗഡ് കാണാൻ കഴിയും. സോ ഇത് നിങ്ങളുടെ നെറ്റ്വർക്കിനെ നല്ല രീതിയിൽ വളർത്താൻ സഹായിക്കുകയും ചെയ്യും. ഇനി എബ്രോഡ് പോയി പഠിക്കണം, അവിടെ പോയി സെറ്റിൽ ആവണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. രത്തൻ ടാറ്റയെ പോലെ ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങൾ എബ്രോഡ് പോവുക, അവിടെ പോയി പഠിക്കുക, അവിടുത്തെ സ്റ്റാൻഡേർഡുകൾ മനസ്സിലാക്കുക, ഇന്റർനാഷണൽ എക്സ്പോഷർ ഗെയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇന്ത്യയിൽ വരുമ്പോഴാണ് നിങ്ങൾ ഇന്ത്യയിൽ പഠിച്ച സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിലെ ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പഠനകാലം എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലമാണ്. സോ ആ ഒരു ടൈമിൽ നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. സോ നിങ്ങൾ മാക്സിമം ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ പോയി ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ആ ബഡ്ജറ്റിൽ എബ്രോഡ് പഠിക്കാൻ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ ബാരിയേഴ്സ്, അതായത് IELTS, ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പ്രശ്നമെങ്കിൽ ട്യൂഷൻ ഫീസിന്റെ കാര്യത്തിൽ ഞാൻ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കൺട്രീസ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 lakh മുതൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ഉള്ളൂ. ഇനി IELTS, യൂറോപ്യൻ കൺട്രികളിൽ ഒരുപാട് രാജ്യങ്ങളിൽ IELTS ഇല്ലാതെയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും. അടുത്തൊരു മേജർ ഡൗട്ട് എന്ന് പറയുന്നത് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമെന്നാണ്. യൂറോപ്യൻ കൺട്രികളിലെ ഈ ചെറിയ രാജ്യങ്ങളിലൊക്കെ എന്തായാലും നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാടൊന്നും ചിലപ്പോൾ ഏൺ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചില ആൾക്കാരൊക്കെ നിങ്ങൾക്ക് റോങ് പ്രോമിസസ് ഒക്കെ തരാറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും, ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവിടുത്തെ പാർട്ട് ടൈം ജോബ് അല്ല. ആസ് എ സ്റ്റുഡൻറ് വിസയിൽ ഇരിക്കുന്ന നിങ്ങൾ അവിടെ പഠിക്കുന്നതിനാണ് പ്രയോറിറ്റൈസ് കൊടുക്കേണ്ടത്. ആ പാർട്ട് ടൈം ചെയ്ത് നിങ്ങളുടെ ബേസിക് നീഡ്സ് നടത്തിക്കൊണ്ടുപോകാൻ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പാർട്ട് ടൈം ചെയ്ത് ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ ബേസിക് നീഡ്സ് മാത്രം നടന്നു പോകാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ബാക്കി സമയം നിങ്ങൾ എഡ്യൂക്കേഷന് തന്നെ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, ഇന്ത്യയിൽ 20 lakhs-ഉം 25 lakhs ഒക്കെ മുടക്കിയിട്ട് യൂണിവേഴ്സിറ്റീസിൽ സ്പെൻഡ് ചെയ്ത് അത്രയും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്നും ഇത്രയും നല്ല ഗ്ലോബൽ എക്സ്പോഷർ കിട്ടുന്നുണ്ടോയെന്നും അതിനൊക്കെ പറ്റി നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം കോളേജസ് ചൂസ് ചെയ്യുക. ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അതിനെ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. എബ്രോഡ് പോയി പഠിക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാം. എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നെയായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ദിസ് ഈസ് ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.